ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടികർമ്മത്തിനൊടുവിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവരോട് കൂടി വസിച്ചു. എന്നാൽ സാത്താന്റെ പ്രലോഭനത്തിൽപ്പെട്ട മനുഷ്യൻ വിലക്കപ്പെട്ട പഴം ഭക്ഷിച്ചു. അങ്ങനെ ലോകത്തിലേക്ക് പാപം കടന്നു വന്നു. ആദം, നീ എവിടെയാണ്? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? ഞാൻ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കും. നമ്മൾ ഒരു കൂട്ടം മറന്നു. തീയും വിറകും കരുതിയപ്പോ ദഹനമലിക്കുള്ള കുഞ്ഞാടിനെ കരുതിയില്ല. ഇസഹാക്കിന്റെ അവകാശി ആരാ? ദൈവം. ആ ദൈവം നിന്നെ മടക്കി ചോദിച്ചാൽ അപ്പാ, കർത്താവേ, ഇതാ ഞാൻ ദഹനബലിയായി എന്റെ മകനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അബ്രഹാം, ഇതാ ഞാൻ. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ തക്ക വിധം നീ എന്നെ ഭയപ്പെടുന്നു എന്നെനിക്ക് ഉറപ്പായി. ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. കാരുണ്യവാനായ കർത്താവേ, അടിമത്തത്തിൽ നിന്ന് അങ്ങ് രക്ഷിച്ചു കൊണ്ടുവന്ന ജനത വാഗ്ദത്ത ഭൂമിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അങ്ങയുടെ കൽപ്പനകൾക്കായി കാതോർക്കുന്നു. ഇതാ, നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കുമായി നവ്യമായ 10 കൽപ്പനകൾ. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇവനാണോ ക്രിസ്തു? അല്ല പ്രഭു, അവനാണ് യോഹന്നാൻ, സ്നാപക യോഹന്നാൻ. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. എനിക്ക് പിന്നാലെ വരുന്നവനാണ് മിശിഹ. മാനവജാതിയുടെ പാപങ്ങൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങാൻ മനുഷ്യപുത്രനായി ജന്മമെടുത്തവൻ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ